ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കണമെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കാണ്. അപ്പോൾ അത് ചായ കുടിച്ച് ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകണം. പക്ഷേ ട്യൂഷൻ ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ ഇതല്ല ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു വേറെ സംഭവമാണ്. എന്താണെന്നറിയോ, ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പോയതിന് ശേഷം അച്ഛനും അമ്മയും കൂടി എന്നോട് പറഞ്ഞിരുന്നിട്ടാ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. പക്ഷേ കുറേ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സംസ്ഥാനം വരെ മാറിപ്പോയി. അപ്പോൾ ആ വീഡിയോ എന്താണ് നമുക്ക് കാണാം. പക്ഷെ ഞാനും കുറച്ച് അറിഞ്ഞിട്ടുള്ളൂ, വിശേഷവും ഫോട്ടോ ഒക്കെ കുറച്ച് കണ്ടിട്ടുള്ളൂ. അപ്പം നിങ്ങളും ഞാനും കൂടി ഒരുമിച്ച് പോയി നമുക്ക് ആ എന്തൊക്കെയാണ് നടന്നതെന്ന് വെച്ചാൽ കാണാം. അപ്പോൾ നമ്മുടെ സുതപ്പൻ പറഞ്ഞ പോലെ തന്നെ സുതപ്പനോട് രാവിലെ ഞങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എവിടെയാണ് സ്ഥലവും കാര്യങ്ങളൊന്നും അവനെയും അറിയാൻ പാടില്ല കേട്ടോ. ഞങ്ങൾ തന്നെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങണ സമയത്ത് നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ പോകാൻ പോണ സ്ഥലത്തേക്കല്ല കേട്ടോ. പിന്നെ ഈ വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഭയങ്കര പരിചയമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏഴാറ്റുമുഖം വഴിയാണ് കേട്ടോ പോണത്. ഏഴാറ്റുമുഖം വഴി നമ്മൾ അതിരമ്പള്ളിയിൽ നമ്മൾ ഇതിനു മുമ്പ് പോയതുകൊണ്ട് തന്നെ ഒരു പരിചയമുണ്ട്. ആ പരിചയമൊക്കെ വെച്ചും നമ്മൾ പിന്നെ കണ്ണനോടും സഞ്ജുവിനോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ അത്യാവശ്യം യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും ഞങ്ങൾ അവർ രണ്ടുപേരെയും വിളിച്ച് ചോദിക്കോട്ടാ. അങ്ങനെ നമ്മൾ അവരോടൊക്കെ പറഞ്ഞ് വീട്ടിലും ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടാ. നമ്മൾ ഇറങ്ങി അതിരപ്പള്ളി ചിലപ്പോൾ വാഴച്ചാൽ അവിടെ നിന്ന് നമുക്ക് തിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാ. അങ്ങനെ നമ്മൾ സിൽവർ സ്ട്രോം ഒക്കെ വഴി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനിടയ്ക്ക് കൂടി കുറേ റൈഡേഴ്സ് പിള്ളേരെ കണ്ടിരുന്നിട്ടാ. അവർ നല്ല ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആൻഡ് കുട്ടപ്പനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ പറയായിരുന്നു വഴിയെ നമുക്കും അങ്ങനെ ഒരു യാത്രകൾ ഒരുപാട് ചെയ്യണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയണമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിരപ്പള്ളിയിലോട്ട് അങ്ങോട്ട് കയറിയില്ല കേട്ടോ. അതിരപ്പള്ളി നമ്മൾ പുറമേ നിന്ന് കണ്ട് അതിരപ്പള്ളിയുടെ ഭംഗിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ആസ്വദിക്കണമായിരുന്നു. കുറച്ച് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അതിരപ്പള്ളിയിൽ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നല്ല കാറ്റും മഴയും വെള്ളവും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ സുനിച്ചേട്ടനാണെങ്കിൽ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ അതിരപ്പള്ളിയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ സ്ഥലം ഇതല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കൂടുതലും നമ്മളെക്കാൾ കൂടുതലും പുറമെയുള്ള കാഴ്ചകളായിരിക്കുള്ളൂ കേട്ടോ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചേക്കണത്. പിന്നെ നമ്മൾ പോണ വഴിക്കാണെങ്കിൽ നല്ല കിടുക്കാച്ചി ഒരു വെള്ളച്ചാട്ടവും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിക്ക് കുറവൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വാഴച്ചാൽ നമ്മൾ കയറിയില്ല. നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോണതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു ചെറിയ രീതിയിൽ പാസിന് ക്യാഷോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു പാസ് എടുക്കണമായിരുന്നു. അങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ യാത്ര തുടങ്ങുമ്പോഴും നമുക്കറിയില്ല നമ്മൾ ഇത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു വഴിയിലൂടെയാണ് പോണതെന്ന്. എനിക്കറിയാൻ പാടില്ല, എനിക്കും സുനിച്ചേട്ടനും അറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള കാറുകാരെ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടു കൂട്ടരും മാത്രമേ ആ വഴിയിലുണ്ടായിരുന്നുള്ളൂ. തിരിച്ചിങ്ങാട് വരുമ്പോൾ റൈഡേഴ്സ് പിള്ളേർ കുട്ടികളൊക്കെ ഇങ്ങനെ ബൈക്കിന് പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടു കൂട്ടരും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അവരും ഒത്തിരി സ്പീഡിൽ പോയില്ല, ഞങ്ങളും കയറി പോകാൻ നിന്നില്ല കേട്ടോ. ഒപ്പം ഒരുമിച്ച് അങ്ങനെ പോകാൻ നിന്നിട്ടാ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ യാത്രകളൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ ഇപ്പോഴാണ് അതിനെല്ലാം ഒരു അവസരം ഉണ്ടായത്. അപ്പോൾ ആ അവസരം ഉണ്ടായപ്പോൾ നമ്മളെപ്പോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹങ്ങൾ മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് അതിനൊക്കെ ഒത്തിരി പൈസയാവും, ഒത്തിരി ചിലവാകും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ കൊച്ചു ആഗ്രഹങ്ങളൊന്നും ആരും ഇനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മുടെ കുട്ടികളായിട്ടും അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മാത്രമായിട്ടൊക്കെ പോകണമെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോ, അധികം പൈസയൊന്നും വരൂലെന്നേ. ഹലോ, അപ്പോൾ ഞങ്ങളങ്ങനെ മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവറിൽ ഇത്രയും അധികമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികം വണ്ടികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനപ്പുറത്ത് കുറേ നേരം വോയിസ് ഓവർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ. അപ്പോൾ അത് നോക്കി പുറകുവശത്തേക്കൊക്കെ നോക്കി, എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇടക്കൊക്കെ മാത്രം അങ്ങനെ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സുനിച്ചേട്ടൻ അവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോകണുള്ളൂ അല്ലേ. ആ വഴിയാണ്. എന്താണെന്നൊന്നും പിടിയില്ല. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ യാത്ര പോകാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ യാത്ര പോകാൻ ഇറങ്ങിയല്ലേ. അതെ. പിന്നെ നോക്കി
കാഴ്ചകള് ഇത് കണ്ടിട്ട് ഞങ്ങളാകെ പക്ഷെ ഇതിക്ക് മുമ്പ് ഇത്ര നേരം ശ്വാസം ഇറക്കി പിടിച്ചാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഭയങ്കരമായിട്ട് റിലാക്സ് ആയി. കാടിലൂടെ വന്നപ്പോ നമ്മൾ ആകെ ഇതായല്ലേ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങളാകെ എൻ്റെ പൊന്നെ സ്വർഗത്തിൽ വന്ന ഫീലാണ്. ഞങ്ങൾക്ക് യാത്ര പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. മാപ്പ് വെച്ച് പോകാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ ഞങ്ങളുള്ള അറിവ് വെച്ചും കണ്ണനോടും സഞ്ജുവിനോടൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചും പറഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും ആണെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിൽ ഞങ്ങൾ വെച്ച് പിടിച്ചതാണ്. കാട് തന്നെ കാട് കണ്ടല്ലേ. കുറച്ചൊക്കെ ഞാൻ കാണിച്ചുള്ളൂ കേട്ടാ. റേഞ്ചും ഇല്ല ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു സന്തോഷവും ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾ ആകെ കൂടി അങ്ങോട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒന്ന് നടുവൊക്കെ നിവർത്തിയിട്ട് നമ്മൾ ഇത്രയും പിന്നെ നമ്മുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സംസ്ഥാനത്തിലോട്ട് പോണല്ലേ. നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോണേണ്. തമിഴ്നാടാണെന്ന് തോന്നുന്നത്. തമിഴ്നാട് പൊള്ളാച്ചി വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോണത്. അപ്പം എന്തായാലും തമിഴ്നാടാണ് പൊള്ളാച്ചി. അപ്പം നമ്മൾ ഇനി നമ്മുടെ കറക്റ്റ് സ്ഥലത്തേക്ക് ചെല്ലാം. അതുവരെ നിങ്ങൾക്ക് ഉള്ള ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റായി നിൽക്കണല്ലേ. അപ്പം ഇനി എന്തെങ്കിലും വിശപ്പ് ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി കട കാണുമ്പോൾ നിർത്തണം. പക്ഷെ കാടായതുകൊണ്ടേ പേടിച്ചിട്ട് ചായ ഒന്നും കുടിക്കണ്ട, ചോര പോയാലാന്ന് ഓർത്ത്. അപ്പൊ നമുക്ക് എന്തായാലും വഴി വിശേഷങ്ങൾ കാണാം അല്ലേ. നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ ദേ തമിഴ്നാട് കേരള ബോർഡറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ പറയണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. ആദ്യമായിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലമൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ദേ നമ്മൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച്, ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല കേട്ടോ. ഞാൻ വെള്ളം മേടിച്ച് പിന്നെ ദേ നമ്മൾ കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു പോണ വഴിക്ക് ഒരു ഡാമിൻ്റെ അതിൽ കൂടിയൊക്കെയാണ് പോയത്. അപ്പോൾ ഡാമിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഉണ്ടായില്ല. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുനിച്ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും സമയമുണ്ടല്ലോ, നിർത്തി പോവാന്ന് പറഞ്ഞു. അതേ നമ്മൾ തമിഴ്നാട്ടിലെ ഡാമിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോളയാർ ഡാം അല്ലേ. അപ്പോൾ ദേ ഡാമിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ കടകളൊക്കെ കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവക്കാടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവക്കാടോ ഒക്കെ എങ്ങനെയാണെന്നാവോ. നമ്മുടെ നാട്ടിലൊക്കെ അവക്കാടോ ഒക്കെ നല്ല വിലയല്ലേ. അപ്പോൾ ദേ ഡാമിൻ്റെ ഇതാണെങ്കിൽ വെള്ളമൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. വെള്ളമൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെ നിന്ന് ഡാമിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമയം കണ്ടെത്തിയിട്ടാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ കുറച്ച് സമയം കണ്ടെത്തുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ യാത്രയോടുകൂടി എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചും നമ്മൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റും. അങ്ങനെ നമ്മളുടേതായ കുറേ നിമിഷങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ വാങ്ങിച്ച കപ്പലണ്ടിയും കാര്യങ്ങളൊക്കെ കഴിക്കാനും മറന്നില്ല കേട്ടോ. പോണ വഴിക്ക് അതൊക്കെ കഴിച്ച് അങ്ങനെ ദേ ഒരേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ദേ തമിഴ്നാട്ടിലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് സമയമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടാണ്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അതേ നമ്മൾ തമിഴ്നാട്ടിലെ ബസ് കണ്ട സന്തോഷത്തിലാണ് ഞാൻ. കാരണം നമ്മൾ TN രജിസ്ട്രേഷൻ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒന്നും ഒറ്റയും കാണുന്നത്, ഇതിപ്പോൾ KL ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ എങ്ങാടാണ് പോണേന്ന്. മലക്കപ്പാറ വഴി നമ്മൾ വാൽപ്പാറയിലോട്ടാണ് പോണത്. വാൽപ്പാറയിൽ ചെന്നിട്ട് വേണം നമുക്ക് അവിടെ കൊച്ചു സംഭവങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ അവിടേക്കും പോകണമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ പോക്ക്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കണേ കേട്ടാ. നല്ല മുടി എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റിലിട്ടാണ് നമ്മൾ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപ ആയിട്ട് അങ്ങനെ 2 ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഒരു 500 മീറ്റർ നടക്കാനുണ്ട് അല്ലേ ഏട്ടാ. ഒരു 500 മീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളാണെങ്കിലേ ഇത്രയും നേരം ഭയങ്കര മുൾമുനയിലായിരുന്നു കേട്ടോ. എവിടെ ചെന്ന് എത്തും എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. ശരിക്കും ഞങ്ങൾ തമിഴ്നാട്ടിൽ നടുക്കായ പോലെ നോക്കിയിട്ട് ചുറ്റും വണ്ടികളൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ബസ്സൊക്കെ തമിഴ്നാട്ടിലെ വണ്ടി TN രജിസ്ട്രേഷൻ അതൊക്കെ കാണുമ്പേ നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ടുള്ളൊരു ഒരങ്കലാപ്പല്ലേ, ചെറുതായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും റോഡൊക്കെ ഭയങ്കര ഇടുങ്ങിയ റോഡേ. അപ്പം ദൈവമേ എങ്ങാടാണെന്നാവും എത്തണത് എന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ ആകെ കൂടി ഇതായിരുന്നു. പക്ഷെ ചുറ്റുമുള്ള കാഴ്ചകളില്ലേ ഒരു രക്ഷയില്ലാട്ടാ. നമുക്ക് അതെ, നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല സെറ്റായി. ഇനിയിപ്പോൾ ഞങ്ങൾ നടന്നിട്ട് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല, പോയി കാണാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി കാണാം. അതിന് ഞാൻ ചുറ്റും ഒന്ന് കറക്കി കാണിച്ചു തരാം കേട്ടാ. ചുറ്റും അടിപൊളിയാണ്. ചുറ്റും നോക്കിയേ, ആകാശവും മലകളും എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ളൊരു പ്രതീതി. ഹായ്,
തോട്ടമാണെങ്കിൽ അടിപൊളി. തോട്ടത്തിലാണെങ്കിൽ ഇന്ന് വിളവെടുപ്പാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കണൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ. അങ്ങനെ ചുറ്റും ഇങ്ങനെ ഈ വ്യൂ പോയിന്റ്, നല്ല മുടി വ്യൂ പോയിന്റ്. എത്ര നല്ല മുടിയാണെന്ന് നമുക്ക് നോക്കാം. അതെ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനുണ്ട്. കാണാൻ പറ്റണ്ടായിരിക്കും. അപ്പം ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ വരെയായിരുന്നു. പിന്നെ ഇങ്ങാട് മറ്റേ വാൽപ്പാറ കയറി കഴിഞ്ഞതിന് ശേഷമില്ലേ ഞങ്ങൾക്ക് പിന്നെ ടെൻഷനായി. വാൽപ്പാറ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്, ഇനി എങ്ങാട് പോകും എന്നൊക്കെ അറിയാൻ പാടില്ലാതെ മൊത്തത്തിലൊരു ചെക്കപ്പൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാനായിട്ട് കയറിയില്ല കേട്ടാ. ഫുഡൊക്കെ കഴിക്കാനായിട്ട് കടകളിലൊന്നും കയറിയില്ല. വലിയ വിശപ്പൊന്നും തോന്നണല്ലോ ഏട്ടാ. രണ്ടുമൂന്ന് സ്ഥലമെങ്കിലും കവർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയായി. സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കണമല്ല, വെള്ളമൊക്കെ കുടിക്കണമെന്നുള്ള ജ്വരമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് ആ ജ്വരമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോകാനുണ്ടല്ലോ, 500 മീറ്റർ നടക്കാനുണ്ടല്ലോ. ആഞ്ഞു പിടിച്ച് നടക്കണം. എന്നാലും ഇനി ഒരു സ്ഥലം കൂടിയൊക്കെ ആണല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു ചെല്ലാം കേട്ടോ. നല്ല മുടി എന്തായിരിക്കും എന്നല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്. നല്ല മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മുടി തന്നെയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിന്നിട്ടില്ലേ ഞാൻ ഈ രാവിലെ പോണേക്ക് മുമ്പ് തന്നെ രാവിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചപ്പോൾ ആ സ്ഥലത്തിൽ നമ്മൾ റീല് കണ്ടപ്പോൾ അതിൽ ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കാണാമെന്ന്. അതുപോലെ ആയിരുന്നു. എനിക്ക് എണ്ണിയിട്ടും തീരാത്ത അത്രയും വെള്ളച്ചാട്ടങ്ങളായിരുന്നു എൻ്റെ ചുറ്റും. ഫോണിൽ ഞാൻ സൂം ചെയ്തെടുത്തത് കൂടാതെ ഞാൻ ഇപ്പുറത്തേക്ക് തിരിയുമ്പോൾ അവിടെയൊക്കെ വെള്ളച്ചാട്ടം. പിന്നെ നമുക്ക് മലമുകളിൽ വെച്ച് നമ്മളെ ഓം ശാന്തി ചാനലിൽ പറയുന്നുണ്ട് മഴയും കിട്ടി. ആഹാ, അന്തസ് സൂപ്പറായിരുന്നു കേട്ടോ. എന്താ പറയണ്ടേന്ന് അറിയാൻ പാടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കുറച്ചധികം സമയം അവിടെ നിന്നതിന് ശേഷം നമ്മൾ പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ടാ. താഴോട്ട് ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചിറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. വഴുക്കലുള്ളതുകൊണ്ടേ ഒന്നാമത്തെ മഴ നമുക്ക് വേഗം അവിടെ എല്ലാം ആദ്യം കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഓടിച്ചാടിയൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ താഴെ ചെന്നതിന് ശേഷം ഒരിക്കലും എവിടെയും പോയിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാനായിട്ട് ഇത്രയും ഇഷ്ടം ഞാൻ കണ്ടിട്ടില്ല സുനിച്ചേട്ടനിൽ. സുനിച്ചേട്ടൻ്റെ നിർത്തണോടത്ത് ചായ കുടിക്കുകയായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഉയരം കൂടുമ്പോൾ ചായയുടെ കടുപ്പം കൂടുമെന്നോ മധുരം കൂടുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ബജ്ജിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബജ്ജിയൊക്കെ കഴിച്ച് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഞാനാണെങ്കിൽ വെള്ളം ഇട്ട് കുടിച്ചത്. ചായ കുടിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിനി വല്ല ബുദ്ധിമുട്ടോ വൊമിറ്റിംഗ് ഒക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഈ കാണുന്ന ഫാക്ടറിയിൽ നിന്ന് ചായപ്പൊടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായപ്പൊടിയൊക്കെ മേടിച്ച് അങ്ങനെ നമ്മൾ വേറൊരു ഡാം കാണാനുള്ള യാത്രയിലാണ് കേട്ടോ. പക്ഷേ ഭാഗ്യം ഉണ്ടായില്ല നമുക്ക്. കാരണം ആ ഡാം ശനിയും ഞായറും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷെ ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റൂല. നമുക്ക് വഴിയേ ഞാൻ പറയാം, ഈ ഭാഗ്യം ഉണ്ടാവാത്തത് നമുക്ക് വേറൊരു ഭാഗ്യമായി വന്ന കഥ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല കിടുക്കച്ചി മഴയും ഉണ്ടായിരുന്നു കേട്ടോ. കോട്ടും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ട് കോട്ടും ജാക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വഴിയിൽ കോട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാമെന്ന് കരുതി കേട്ടോ. നിറയെ ചോക്ലേറ്റുകളുടെ കടയൊക്കെ കണ്ടപ്പോൾ അവിടെ നമ്മൾ ചായപ്പൊടി മേടിക്കാൻ പോയാൽ അവിടുത്തെ ചേച്ചി നമ്മളോട് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കണ ഒരു കാർഡൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ അവിടെ ചെന്ന് നമ്മൾ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിക്കാമെന്ന് കരുതി. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡാം കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെയാണ് നമുക്ക് ഭാഗ്യം കൊണ്ട് തന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോടനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയ സമയത്തായിരുന്നു കോട വന്നത്. ആ കോട കൂടി വരുമ്പോഴേക്കും നമുക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുമായിരുന്നു. പക്ഷേ നമ്മൾ കറക്റ്റ് സമയത്ത് നമുക്ക് ദൈവമായിട്ട് ആ 2 ഡാമും കൂടി കണ്ടിട്ടാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം വീട്ടിലോട്ട് പോരാൻ പറ്റില്ല. കാരണം കോട മൂടി നമുക്ക് ബൈക്കിനല്ലേ, നമുക്കാണെങ്കിൽ വലിയ പരിചയവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് 8ൻ്റെ പണി കിട്ടിയാൽ. അതുകൊണ്ട് തന്നെ നമ്മളെ ദൈവം അവിടെ കാത്ത് രക്ഷിച്ച്. കോട എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി കിടന്ന് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ചേട്ടാ സൂപ്പർ അയ്യോ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണെങ്കിൽ നീ സമാധാനപ്പെട്. ഞാൻ പറഞ്ഞ സമാധാനം പെടാൻ പറ്റണില്ല. നമ്മൾ കാണാത്തത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയൂലേ, ആ ഒരവസ്ഥയായിരുന്നു എൻ്റെ. പിന്നെ കോടയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം കോടയൊക്കെ മാറണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു.
അപ്പോൾ ദേ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ സുധപ്പൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുധപ്പൻ വിളിച്ചിട്ട് ചോദിച്ച് എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ്, തമിഴ്നാട്ടിലാണ്. അതിനിടയ്ക്ക് സിന്ധോമ്മ വിളിച്ചിട്ടുണ്ടായി. അമ്മക്ക് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു എവിടെ തമിഴ്നാട്ടിൽ എന്താണെന്നൊക്കെ ചോദിക്കണമായിരുന്നു കേട്ടോ. പിന്നെ ദേ നമ്മൾ പോണ വഴിക്ക് വേറൊരു ഡാമും കാര്യങ്ങളും കൂടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങും നിർത്തിയില്ല കേട്ടോ. കാട് എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്നുള്ളൊരു മൈൻഡായിപ്പോയി. കാരണം ലേറ്റ് ആയിട്ടുണ്ടായി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5 മണി 5:30 ആയിട്ടുണ്ടായി. ഇരുട്ടായാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറരുതല്ല. ആഗ്രഹിച്ച് യാത്ര പോയിട്ട് അത് 8-ന്റെ പണി കിട്ടാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതേ നമ്മൾ പോണ വഴിക്ക് ഒരു ആനനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആന വെള്ളം കുടിക്കാനായിട്ട് വന്നാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ആൾക്കാരൊക്കെ. അങ്ങനെ ദേ വീണ്ടും നമ്മൾ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് ഞങ്ങൾ പൊള്ളാച്ചി വഴിയാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് തമിഴ്നാട് വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റി. കാരണം അവിടെ ഇന്ന് ചന്തയുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മാർക്കറ്റൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റി കേട്ടോ. പയ്യെ ഞങ്ങൾ ആ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ട്. പിന്നെ നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി കയറിയപ്പോഴും നമ്മുടെ കൂടെ കുറേ റൈഡേഴ്സ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൂട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വഴി തെറ്റിപ്പോകും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതുവരെ നമ്മുടെ ഫോണിൽ മാപ്പ് വർക്കിംഗ് അല്ല കേട്ടോ. ഇന്ന് നമ്മൾ പോവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴി വരെ നമ്മുടെ മാപ്പ് വർക്കിംഗ് അല്ലായിരുന്നു. ഏകദേശം രാത്രിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധപ്പനാണെങ്കിൽ നമ്മുടെ മൈത്രി അമ്മയുടെയും കണ്ണൻ ചേട്ടനും ഒക്കെ ഉണ്ട്. അവരുടെ കൂടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് അവൻ ഓക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഞങ്ങളാണെങ്കിലും ഇന്ന് പ്രത്യേകിച്ചൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ തൃശ്ശൂർ എത്താറല്ല, ബോർഡർ എത്തിയപ്പോൾ തന്നെ നമ്മൾ വേഗം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നമ്മൾ നന്നായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒന്ന് സെറ്റായത്. പിന്നെ ദേ നമ്മളിങ്ങനെ തുരങ്കം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം ഞാൻ വീണ്ടും പറയുന്നതാണ്, ആർക്കെങ്കിലുമൊക്കെ കൊച്ചു യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്തോ. നമ്മുടെ ഒരൊറ്റ ലൈഫല്ലേ, അത് അടിച്ചു പൊളിച്ച് നമുക്ക് പോവാം. ചെയ്യാതിരുന്ന് നമ്മൾ ചെയ്യാൻ തുടങ്ങിയവരുടെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും യാത്ര പോകുന്നവർക്ക്. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണേ.